ഏയ് പെങ്ങളെ, ചാകാനാണ് ഉദ്ദേശമെങ്കിൽ അതിവിടെ നടക്കില്ല. 4-5 മാസം തെരഞ്ഞ് ഞാൻ കണ്ടുപിടിച്ച സ്ഥലമാണത്. ഇന്ന് ഞാൻ ചാകാൻ തീരുമാനിച്ച ദിവസവും. പെങ്ങൾ ഇറങ്ങിക്കേ, അവിടുന്ന് ഇറങ്ങിക്കേ. ഞാനും ചാവാൻ വേണ്ടി ഇറങ്ങിയതാ. ഒരു കണക്കിന് ഇപ്പൊ ഞാനിത് കണ്ടത് നന്നായി. അല്ലെങ്കിൽ നിങ്ങൾ ചാടിയതറിയാതെ ഞാനും ചാടുമായിരുന്നു. പിന്നെ നാട്ടുകാരായി, പോലീസുകാരായി, ചാനലുകാരായി, ഒരു അവിഹിതം കൂടി നമ്മൾ രണ്ടാളും ചുമക്കേണ്ടി വന്നേനെ. എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. ഇനി തിരഞ്ഞെടുക്കാൻ സമയമില്ല, അതുകൊണ്ടാ. പെങ്ങളൊന്ന് ഇറങ്ങി തന്നെ, പ്ലീസ് ഇറങ്ങിത്താ. ഇറങ്ങി ഇറങ്ങി. പെങ്ങളെ, എന്നോടൊന്നും തോന്നല്ലേ? നിങ്ങളെ കണ്ടിട്ട് ഏതോ നല്ല കുടുംബത്തിലെ കൊച്ചാന്ന് തോന്നുന്നല്ലോ. പിന്നെ എന്തിനാ? മരിക്കുന്നതിന് മുമ്പ് എല്ലാം ആരോടെങ്കിലും തുറന്നു പറഞ്ഞ് മനസ്സമാനത്തോട് മരിക്കണമെന്നുണ്ടോ? ഞാൻ റെഡി, പക്ഷെ ചുരുക്കി പറയണം. എൻ്റെ കാരണങ്ങൾ പലതാണ്. കുറച്ചായി കഷ്ടകാലമാണ്. ഹസ്ബൻഡ് അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറാണ്. ചില പ്രോജക്റ്റുകൾ വിചാരിച്ച പോലെ വന്നില്ല. കടം കയറി സമ്പാദത്തിൻ്റെ പകുതിയും വിറ്റു. പോരാത്തതിന് ഇപ്പോൾ ഇതും. ഞാനിപ്പോൾ ഒരു അസുഖക്കാരി കൂടിയാണ്. ക്യാൻസർ. രക്ഷപ്പെടും, പക്ഷേ ഇനിയുള്ളത് കൂടി വിൽക്കേണ്ടി വരും. എൻ്റെ കുട്ടികളെങ്കിലും നല്ല നിലയ്ക്ക് ജീവിക്കട്ടെ. നിങ്ങൾ മരിക്കുന്നതിന് ഞാൻ എതിരല്ല, പക്ഷെ ഇതൊന്നും മരിക്കാനുള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സാമ്പത്തിക ബാധ്യത കൊണ്ടും അസുഖം കൊണ്ടും മരിക്കാൻ തീരുമാനിച്ച ഇന്ന് ഈ ലോകത്ത് പകുതി പേരെ ബാക്കി കാണും. പെങ്ങളുടെ കാര്യത്തിൽ മാറാവുന്ന ഒരു അസുഖവും ഒരു നല്ല വർക്ക് കിട്ടിയാൽ തീരാവുന്ന കടബാധ്യതയും മാത്രമല്ലേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ഒരു മരിക്കാനുള്ള കാരണമാണോ? അത് മാത്രല്ല, ഇനിയുണ്ട് കാരണങ്ങൾ. ഇനിയുള്ളത് ഭർത്താവിന്റെ അവിഹിതല്ലേ? ക്ലീശേ. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനു മരിക്കണം? മൂന്നാമതൊരാൾ അറിയുന്നത് വരെയുള്ളൂ എല്ലാ അവിഹിതങ്ങളുടെയും ആയുസ്. തുറന്ന് സംസാരിക്കും. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെക്കാൾ വലുതല്ല ഈ ലോകത്തൊന്നും. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു പോകാം. സാമ്പത്തിക ബാധ്യതയും അസുഖവും അവിഹിതവും ഇതൊന്നും നിങ്ങൾക്ക് ജീവിതം കളയാനുള്ള കാരണങ്ങളല്ല. ശരിയാണ്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. നിങ്ങളൊരു ദേവദൂതനെ പോലെ വന്നില്ലായിരുന്നെങ്കിൽ. ഓൾ ദി ബെസ്റ്റ്. അല്ലയോ യമധർമ്മ, ജീവൻ എടുക്കേണ്ടതല്ലേ അങ്ങയുടെ കടമ? പിന്നെന്തുകൊണ്ടാണ് മരണത്തിലേക്ക് കാൽവെച്ച ആ യുവതിയെ അങ്ങ് ജീവിതത്തിലേക്ക് തിരിച്ചുവിട്ടത്? പ്രിയതോഴ ചിത്രഗുപ്ത, ജീവൻ എടുക്കാനുള്ള അവകാശവും അധികാരവും എനിക്ക് മാത്രമാണ്. നിങ്ങൾ എപ്പോൾ മരിക്കണം, ഏത് സമയത്ത് മരിക്കണം, എങ്ങനെ മരിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ മാത്രം. സാരാംശം: മരണം സുനിശ്ചിതം, പക്ഷേ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല.